You're watching Amrita Television. പ്രേമസ്വരൂപികൾ ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഭൗതികതയും ആത്മീയതയും ഒന്നിച്ച് കൈകോർത്ത് പോകുന്നൊരു സമൂഹമാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. അതായത് ഹൃദയവും ബുദ്ധിയും തമ്മിൽ കൈകോർത്ത് പോകണം. അതിലൂടെ മാത്രമേ സംസ്കാരവും സമ്പൽ സമൃദ്ധിയും ഒരുപോലെ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇന്നത്തെ സമൂഹം വിശ്വസിക്കുന്നത് പണമാണ് എല്ലാം എന്നാണ്. പണമില്ലെങ്കിൽ ജീവിതം ഒരു വട്ടപൂജ്യം എന്നാണ് നമ്മുടെ വിശ്വാസം. ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ അച്ഛനും അമ്മയും സമൂഹവും അവന് നൽകുന്ന നിർദ്ദേശം എങ്ങനെയും പണമുണ്ടാക്കണം എന്നുള്ളതാണ്. അറിവ് സമ്പാദിക്കുന്നതിനേക്കാൾ പണം സമ്പാദിക്കുന്നതിനാണ് നമ്മൾ കൂടുതലും കുഞ്ഞുങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നത്. പണം നമുക്ക് ആവശ്യമാണ്, എന്നാൽ ലക്ഷ്യം അത് മാത്രമാണ്. അങ്ങനെയാൽ വേഗം നഷ്ടപ്പെടും. അതിമോഹവും സ്വാർത്ഥതയും വളരും. പിന്നെ ധർമ്മബോധവും ഹൃദയശുദ്ധിയും ഇല്ലാതായി നമ്മുടെ സമൂഹം തന്നെ ജീർണിച്ചു പോകാൻ കാരണമാകും. ബുദ്ധിയിൽ ഉറയ്ക്കുന്ന എന്തോ അതാണ് ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യമായി തീരുന്നത്. വളരെ കർശനമായിട്ട് അമ്മ ഞങ്ങളോട് പറയുമായിരുന്നു, ഭക്തിയിലുറച്ച വേദാന്തം, ഭക്തിയിലുറച്ച ജ്ഞാനം, അതാണ് ശരിയായ ജ്ഞാനം എന്നെപ്പോഴും പറയും. അപ്പോൾ അമ്മ സാധാരണ പറയാറുള്ളത്, ഭക്തിയില്ലാത്ത വേദാന്തം പാറക്കല്ല് തിന്നുന്നത് പോലെയാണ് എന്ന് പറയും. അപ്പം ആദ്യകാലങ്ങളിൽ ഒരിക്കലും അമ്മ വേദാന്ത ഗ്രന്ഥങ്ങൾ പഠിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഏതാണ്ടൊരു 83 ശേഷമാണ് ആശ്രമത്തിൽ ഈ വേദാന്തം പഠിപ്പിക്കാൻ തന്നെ തുടങ്ങുന്നത്. അമ്മ അതിന് പ്രോത്സാഹിപ്പിച്ചതും ആ സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആദ്യം അമ്മയുമായി ഈശ്വരനുമായി ഒരു ദൃഢമായ ബന്ധം ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം. അപ്പം അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്, ആധ്യാത്മികതയെ സംബന്ധിച്ച് ബൗദ്ധികമായിട്ട് യാതൊരു അവ്യക്തതയുമില്ല.
ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് ഈ അമ്മയുടെ യാത്രയിൽ. ഇപ്പോൾ ഭാരതത്തിനകത്തും പുറത്തും ഉള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഇതൊക്കെ പഠിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, സാധന ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ നല്ലൊരു ശതമാനം ആളുകളും സ്പിരിച്വലി പെർവേർട്ടഡാണ്. അമ്മയെടുത്ത് വരുന്നവർക്ക് ആ പെർവേർഷൻ ഉണ്ടാകില്ല. വളരെ വ്യക്തമായ ധാരണയായിരിക്കും ആധ്യാത്മികതയെക്കുറിച്ച്. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ ആധ്യാത്മികതയെക്കുറിച്ച് എന്ത് തരത്തിലുള്ള വ്യാഖ്യാനം പറഞ്ഞാലും നമുക്ക് വളരെ ക്ലിയറാണ്. അത്രമാത്രം ക്ലാരിറ്റി അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്.